Android programming. Dear students, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബേസിക് ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഹിസ്റ്ററി ഓഫ് ആൻഡ്രോയിഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ടുഡേ വി വിൽ ഡിസ്കസ് അബൌട്ട് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ സ്റ്റാക്ക്. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സ്റ്റാക്കാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തത്. ഇതൊരു സ്ട്രക്ചറാണ്. ആൻഡ്രോയിഡ് ഡെവലപ്മെന്റ് സ്റ്റാക്ക് ബേസിക് സ്ട്രക്ചറാണ്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമൊക്കെ ചോദിക്കാറുണ്ട് ഒരു ഡയഗ്രാം. ഇത് നന്നാ പോയാൽ മനസ്സിലാക്കി വെക്കുക. അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് ഇന്നത്തെ ക്ലാസ്. ഓക്കെ, ഈ സോഫ്റ്റ്വെയർ സ്റ്റാക്കിൽ ബേസിക് ആയിട്ട് 5 പാർട്സുകളുള്ളത്. ഓക്കെ, ബേസിക് പാർട്സ് ആണ്. ഏറ്റവും ലോവർ ലെവലിൽ വരുന്നതാണ് ലിനക്സ് കേർണൽ. തൊട്ട് അപ്പർ ലെവലിൽ വരുന്നതാണ് ലൈബ്രറീസ്. ദെൻ അതിന്റെ കൂടെ തന്നെ വരുന്ന കൺസെപ്റ്റ് ആണ് ആൻഡ്രോയിഡ് റൺ ടൈം. ദെൻ ഫോർത്ത് വൺ ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക്. ദെൻ ദ ഫിഫ്ത്ത് വൺ മെയിൻ ആപ്ലിക്കേഷൻസ്. ഓക്കെ, സോ ഇങ്ങനെ 5 പാർട്സുകളാണ് ഈ ഒരു ആൻഡ്രോയിഡ് സ്റ്റാക്കിനുള്ളത്, സോഫ്റ്റ്വെയർ സ്റ്റാക്ക്. അപ്പോൾ സ്റ്റാക്ക് ബേസിക്കലി നമ്മൾ സ്റ്റാക്ക് അറിയാലോ. സ്റ്റാക്ക് ഉദ്ദേശം എന്തായിരിക്കും? ഫസ്റ്റ് ഇൻസെർട്ട് ചെയ്യുന്നത് ഏറ്റവും താഴെ ഉണ്ടായിരുന്നു, പിന്നെ അതിന്റെ മുകളിലാണ് അടുത്ത് ഇൻസെർട്ട് ചെയ്യുക, പിന്നെ നെക്സ്റ്റ് വൺ, പിന്നെ നെക്സ്റ്റ് വൺ. ഏറ്റവും മുകളിൽ ടോപ്പ് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ എത്തുമ്പോഴാണ് നമ്മുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആകുന്നത്. ഈ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സ്റ്റാക്കാണ് ഈ പറഞ്ഞത്, ഓരോ കണ്ടന്റുകൾ. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് എല്ലാ ലെയറും കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ആവുന്നത്. പക്ഷേ ഏത് ആപ്ലിക്കേഷൻ ചെയ്യുമ്പോഴും ഈ ഒരു സ്റ്റാക്ക് നമ്മൾ ഫോളോ ചെയ്യും. നോക്കാം, ബേസിക് ആയിട്ട് ഓരോ ആപ്ലിക്കേഷൻ ഓരോ ലെയറും നമുക്ക് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ലിനക്സ് കേർണൽ. ആൻഡ്രോയിഡ് ഈസ് നോട്ട് എ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ലിനക്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വിചാരിക്കും ലിനക്സ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് വിചാരിക്കും. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ലിനക്സ് കേർണൽ 2.6. ഇത് കേർണൽ മാത്രമേ ഉള്ളൂ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ്. ആൻഡ്രോയിഡ് പ്രോഗ്രാമിംഗിൽ വരുന്ന യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് ആൻഡ്രോയിഡ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. പക്ഷെ അതിൽ ഇൻബിൽഡ് ആയിട്ട് അതിന്റെ കേർണൽ ഏതാ വരുന്നത്? ലിനക്സ് കേർണലാണ്. ലിനക്സ് ബേസ്ഡിലാണ് നമ്മൾ കേർണൽ എന്നുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്യുക. ഇവിടെ കേർണൽ എന്ന് ഉദ്ദേശിച്ചത് അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമായി കണ്ടിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സപ്ലൈസ്, സെക്യൂരിറ്റി, മെമ്മറി മാനേജ്മെന്റ്, പ്രോസസ് മാനേജ്മെന്റ്, നെറ്റ്വർക്ക് സ്റ്റാക്ക് ആൻഡ് ഡ്രൈവർ മോഡൽ. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്ന എല്ലാ കണ്ടന്റുകളും എല്ലാ ഫങ്ഷണാലിറ്റീസും ആര് ഫോളോ ചെയ്യും? ഈ ലിനക്സ് കേർണൽ എന്ന് പറയുന്ന ഫേസ് ഫോളോ ചെയ്യണം. ഓക്കെ, ആക്ട് ആസ് ആൻ അബ്സ്ട്രാക്ഷൻ ലെയർ ബിറ്റ്വീൻ ദ ഹാർഡ്വെയർ ആൻഡ് റെസ്റ്റ് ഓഫ് ദ സോഫ്റ്റ്വെയർ സ്റ്റാക്ക്. ഇത് എന്റെ കേർണൽ ബേസ് ആണ്, ഹാർഡ്വെയറിന്റെ കണ്ടന്റ് ആണ്. സോ ആ കണ്ടന്റും അതിനുശേഷം വരുന്ന സോഫ്റ്റ്വെയർ കണ്ടന്റും തമ്മിലൊരു ഹാൻഡ് ഷേക്കിംഗ് കൺസെപ്റ്റ് ഇവർ അറേഞ്ച് ചെയ്യും. കാരണം അതിലൊരു കമ്മ്യൂണിക്കേഷൻ വേണം, ഒരു ഷെയറിംഗ് മെന്റാലിറ്റി വേണം. രണ്ടും കൂടെ ഒരു ഹാൻഡ് ഷേക്കിംഗ് പ്രോസസ്. അപ്പൊ അതിന് ഉതകുന്ന കൺസെപ്റ്റ് ആണ് ആര് ചെയ്യുന്നത്? ലിനക്സ് കേർണൽ വർക്ക് ചെയ്യുന്നത്. ബേസിക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ എല്ലാ ഫംഗ്ഷൻസും ഡ്രൈവേഴ്സും ഇവിടെ വരും. അത് നോക്കി, ഡിസ്പ്ലേ ഡ്രൈവർ, ക്യാമറ ഡ്രൈവർ, ബ്ലൂടൂത്ത് ഡ്രൈവർ, ഫ്ലാഷ് മെമ്മറി ഡ്രൈവർ, USB ഡ്രൈവർ, കീബോർഡ് ഡ്രൈവർ, വൈഫൈ ഡ്രൈവർ, ഒരുപാട് ഡ്രൈവേഴ്സ്. ഇപ്പൊ ഇതെല്ലാം മാനേജ്മെന്റ് ആണ്. ഡ്രൈവേഴ്സ് യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെതായ മാനേജ്മെന്റ്. ക്യാമറ വർക്കിന് ക്യാമറ ഡ്രൈവർ വേണം. ഈ ക്യാമറ ഡ്രൈവർ ഉണ്ടെങ്കിൽ മാത്രമേ ക്യാമറയുടെ ഫംഗ്ഷൻസ് ഒക്കെ വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ ഏത് യൂസ് ചെയ്യാനാണ് കണ്ടന്റ് വരുന്നത് അതനുസരിച്ചിരിക്കും. ഇപ്പൊ നമ്മൾ ക്യാമറ യൂസ് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാം. ഒരുപാട് ആപ്ലിക്കേഷന്റെ ക്യാമറ നല്ല രൂപത്തിലുള്ള ബേസിക് നമ്മുടെ ഫോണിൽ ഇൻബിൽഡ് ആയിട്ടുള്ള ക്യാമറ അല്ലാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ക്യാമറ ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. അപ്പൊ അതുപോലെ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും ക്യാമറ ഡ്രൈവർ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ഒരു ഡ്രൈവർ മാത്രം ഇത്രയും കണ്ടന്റ് നമുക്ക് ഒരുപാട് കണ്ടന്റ് അവൈലബിൾ ആണ്. അതിൽ ക്യാമറ ഡ്രൈവർ മാത്രം നമ്മൾ യൂസ് ചെയ്യും, ബാക്കിയുള്ളൊക്കെ അവൈഡ് ചെയ്യും. ഓക്കെ, സോ അങ്ങനെ ഓരോ ലെയറിലും നമുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആവശ്യമായ കണ്ടന്റ് മാത്രം ഡെവലപ്പ് ചെയ്തതിനു ശേഷമാണ് ലാസ്റ്റ് നമ്മുടെ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ആവുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്താ ഒരു കേർണൽ എന്ന് പറഞ്ഞ ലിനക്സ് കേർണലാണ്. അതിന്റെ 2.6 എന്ന വെർഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലെയർ ആണ് ലൈബ്രറീസ് എന്ന് പറയുന്നത്. റൺ ഇൻ സിസ്റ്റം ബാക്ക്ഗ്രൗണ്ട്. ലൈബ്രറീസ് എല്ലാം യൂസ് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുക. സിസ്റ്റം റൺ ചെയ്യുന്ന ഫോർഗ്രൗണ്ടിൽ ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നുണ്ടാവും. അതിനാവശ്യമായ ലൈബ്രറീസ് എല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്നുണ്ടാവും. സോ റൺ ഇൻ സിസ്റ്റം ബാക്ക്ഗ്രൗണ്ട്. സിസ്റ്റം സി ലൈബ്രറീസ്. നമ്മൾ സാധാരണ സി പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യാറുമ്പോൾ അതിൽ ഹാഷ് ഇൻക്ലൂഡ്, stdio ഒടിച്ചു കൊടുക്കാറുണ്ട്, ഹെഡർ ഫയൽസ് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് അല്ലെ. അത് ലൈബ്രറി ഫംഗ്ഷൻസ് ആണ്. ഇപ്പൊ പ്രിന്റ് എഫ്, സ്കാൻ എഫ്, ഇഫ്, ഫോർ, ഇതെല്ലാം ഫംഗ്ഷൻസ് ആണ്. ഈ ഫംഗ്ഷൻസ് ഒന്നും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നില്ല, അത് പ്രീ ഡിഫൈൻഡ് ആണ്. അത് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ, സിയിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ സി കമ്പൈലറിന്റെ കൂടെ ലിബ് എന്ന ഫോൾഡർ ഉണ്ടാവും, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ ലിബ് എന്ന ഫോൾഡറിലായാലും ലൈബ്രറി ഫംഗ്ഷൻസ് ആക്സസ് ചെയ്ത അത് പ്രിന്റ് എഫ് എന്താണ്, ഇഫ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, സ്കാൻ എഫ് എന്താണെന്നൊക്കെ കറക്റ്റ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് എന്താണെന്ന് മനസ്സിലാക്കുക. ഏതൊരു ഫംഗ്ഷനായാലും അത് ഇതിന്റെ ഡെഫിനിഷൻ അത്യാവശ്യമാണ്. അപ്പൊ പ്രീ ഡിഫൈൻ ഫംഗ്ഷന്റെ ഡെഫിനിഷൻസ് ഓട്ടോമാറ്റിക് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെഡർ ഫയൽസ് stdio അടിച്ചു കൊടുക്കുന്നത്. അപ്പൊ അതേ രൂപത്തിൽ തന്നെ സിസ്റ്റം സി ലൈബ്രറീസ് നമുക്ക് ആവശ്യമായ ലൈബ്രറീസിൽ ആഡ് ചെയ്ത് വെക്കണം. ഓക്കെ, നോക്കി ഒരുപാട് ലൈബ്രറീസ് അവൈലബിൾ ആണ്. മീഡിയ ലൈബ്രറീസ് വരുന്നൊക്കെ റെക്കോർഡിംഗ് ഫോർ
many popular audio video formats as well as image files including MPG4, H.264, MP3, AAC, AMR, JPG, PNG എല്ലാ ഫയൽസ് ഓഡിയോ ആൻഡ് വീഡിയോ ഫോർമാറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഫയൽസ് മീഡിയ ലൈബ്രറീസ് നമുക്ക് ആക്സസ് ചെയ്യും. ഇപ്പോൾ ഒരു വീഡിയോ പ്ലെയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യായിരിക്കും ആപ്ലിക്കേഷൻ. ആ ആപ്ലിക്കേഷനിൽ വീഡിയോ പ്ലേ ചെയ്യണം, ഏതൊക്കെ വീഡിയോ പ്ലേ ചെയ്യാം, ഏതൊക്കെ ഫയൽ എക്സ്റ്റൻഷൻ വർക്ക് ചെയ്യിപ്പിക്കാം എന്ന് നമുക്ക് മനസ്സിലാകുന്ന ലൈബ്രറീസിൽ മീഡിയ എന്ന് പറഞ്ഞ കണ്ടന്റ് മീഡിയ ലൈബ്രറീസ് നമ്മൾ ഓപ്ഷൻസ് വർക്ക് ചെയ്യിപ്പിക്കുക. ഓക്കെ, മീഡിയ ഫ്രെയിം വർക്ക് അതാ. അപ്പൊ ഏത് ആപ്ലിക്കേഷൻ ആണോ റൺ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ലൈബ്രറീസ് നമ്മൾ ഇതിന് പിക്ക് ചെയ്യും. സർഫേസ് മാനേജർ 2D 3D ഗ്രാഫിക്സ് ലേസർ, അത് നമുക്ക് ഒരു ഡ്രോയിങ് പിക്ചർ ഡ്രോ ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ 2D 2 ഡയമെൻഷണൽ ഡയഗ്രാം വരയ്ക്കാനുള്ള ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള സർഫേസ് മാനേജർ നമുക്ക് ഇവിടുന്ന് പിക്ക് ചെയ്തെടുക്കും. ഓക്കെ, അപ്പൊ ഏത് ആപ്ലിക്കേഷനാണ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ആപ്ലിക്കേഷന് ആവശ്യമായ ലൈബ്രറീസ് ഏത് ലൈബ്രറിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതിൽ നമുക്ക് പിക്ക് ചെയ്തെടുക്കാം. ഓക്കെ, വെബ് കിറ്റ് അല്ല, വെബ് ബ്രൗസർ എഞ്ചിൻ, ഒരു വെബ് ബ്രൗസർ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ലൈബ്രറി നമ്മൾ യൂസ് ചെയ്യും. SGL 2D ഗ്രാഫിക്സ് എഞ്ചിൻ, OpenGL ഇത് ഗ്രാഫിക്സ് സപ്പോർട്ട് ചെയ്യാനുള്ള കണ്ടന്റ് ആണ്. ദെൻ ഫ്രീ ടൈപ്സ്, ബിറ്റ് മാപ്പ്, വെക്ടർ, ഫോണ്ട്, റെൻഡറിങ്. അപ്പോൾ സാധാരണ ബിറ്റ് മാപ്പ് പിക്ചർ യൂസ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റിന്റെ പെയിന്റിന്റെ യൂസ് ചെയ്യുന്നത് BMP പിക്ചർ വരുന്നത്, വെക്ടർ ഫോണ്ട് വരുന്നത്, കൺസെപ്റ്റ് വരുന്നത് നമുക്ക് വെക്ടർ സ്കെയിൽ വരുന്നത് പിക്ചറിൽ കോറൽ ഡ്രോ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ വെക്ടർ ഫോണ്ട് ആണ് കറക്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, SQLite ഡാറ്റാബേസ് ആപ്ലിക്കേഷൻ, SQLite ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരുന്നല്ലേ, സ്ട്രക്ചർ ക്വറി ലൈറ്റർ വെർഷൻ, എ പവർഫുൾ ആൻഡ് ലൈറ്റ് വെയിറ്റ് റിലേഷണൽ ഡാറ്റാബേസ് എഞ്ചിൻ. ബാക്ക് എൻഡ് ഡാറ്റാബേസ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന കണ്ടന്റുകളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ലൈബ്രറിയാണ് SQLite ലൈബ്രറി. ഓക്കെ, ഇവർ ലൈബ്രറീസ് നോക്കി ഇത് മാത്രമല്ല, ഇത് കൂടാതെ വേറെ ഉണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്തെന്ന് മാത്രം, ഒരുപാട് ലൈബ്രറീസ് അവൈലബിൾ ആണ് കറസ്പോണ്ടിങ് ടൈപ്സുള്ള. സർഫേസ് മാനേജർ, OpenGL ഇവരെ പറഞ്ഞ ഒരു കണ്ടന്റ് ഒക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓരോന്നും ഓരോ ലൈബ്രറീസും അതിൻ്റെതായ ഫംഗ്ഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള ഏത് ആപ്ലിക്കേഷനാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിനാവശ്യമുള്ള ലൈബ്രറീസ് മാത്രം നമ്മൾ പിക്ക് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ആൻഡ്രോയിഡ് റൺ ടൈം, തേർഡ് ലെയറിൽ വരുന്ന കണ്ടന്റ് ആണ്. സെക്കൻഡ് ലെയറിന്റെ ഒരു പോർഷൻ ആയിട്ട് വരുന്നതാണ് റൺ ടൈം എന്ന് പറഞ്ഞ ഓപ്ഷൻസ്. ആൻഡ്രോയിഡ് റൺ ടൈം, ദിസ് ഈസ് ദ കോർ ഓഫ് ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോം അല്ലെ, നമ്മൾ പ്രോസസർ എന്ന് പറയില്ലേ, ആ ഒരു കണ്ടന്റ് ആണ് ഇവിടെ വരുന്ന കണ്ടന്റ്. ഒരു ഓപ്പൺ സോഴ്സിന്റെ പ്രോസസർ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ആൻഡ്രോയിഡ് റൺ ടൈം എന്ന് പറഞ്ഞ കണ്ടന്റ് ആണ് ഇതിന്റെ കോർ എന്ന് പറഞ്ഞ ബേസിക് ഭാഗം. ഓക്കെ, ഡാൽവിക് വെർച്വൽ മെഷീൻ, ഇതിൽ രണ്ട് പോർഷൻസ് നോക്കിയേ, ഒന്ന് കോർ ലൈബ്രറീസും വേറെ ഒന്ന് വരുന്നതാണ് ഡാൽവിക് വെർച്വൽ മെഷീൻ. സോ DVM ഡാൽവിക് വെർച്വൽ മെഷീൻ ഷോർട്ട് ഫോം ആയിട്ട് എപ്പോഴും ചോദിക്കാറുണ്ട്, DVM. ഓക്കെ, ഡാൽവിക് വെർച്വൽ മെഷീൻ, ഇറ്റ് ഈസ് രജിസ്റ്റർ ബേസ്ഡ്. ഓക്കെ, ഇന്ന് ലോകത്തിലെ ഫാസ്റ്റസ്റ്റ് മെമ്മറി എന്ന് പറഞ്ഞതാണ് CPU രജിസ്റ്റേഴ്സ്. അപ്പൊ ആ രജിസ്റ്റർ ബേസ്ഡിലുള്ള കൺസെപ്റ്റ് ആണ് ഡാൽവിക് വെർച്വൽ മെഷീൻ. അതെ, അതുകൊണ്ട് നമുക്ക് മനസ്സിലാകാതെ കോർ ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, എക്സിക്യൂട്ട്സ് ഫയൽസ് ഇൻ ദ ഡാൽവിക് എക്സിക്യൂട്ടബിൾ ഫയൽ ഫോർമാറ്റ്. ഇത് ഫയൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ഫയൽ ഉണ്ടാവും, ആ ഫയലിന്റെ ഫോർമാറ്റ് ഏതായിരിക്കും, .dex ഫയൽ ആയിരിക്കും, .dex ഡെക്സ്, ഡാൽവിക് എക്സിക്യൂട്ടബിൾ ഫയൽ, അതാണ് അതിന്റെ ഫുൾ ഫോം. സോ ആ ഒരു ഫോർമാറ്റിലായിരിക്കും DVM ഫയലിന്റെ എക്സ്റ്റൻഷൻ. ഓക്കെ, ജാവ കോർ ലൈബ്രറീസ്, രണ്ടാമത്തെ ഓപ്ഷനാണ് ഇവിടെ ലൈബ്രറീസ്. ഇത് യൂസ് ചെയ്യുന്ന ജാവ കോർ ലൈബ്രറി പറയാൻ കാരണം ആൻഡ്രോയിഡ് റൺ ചെയ്യുന്ന ഫസ്റ്റ് ടൈം ജാവയിലായിരുന്നു. ഇന്നിപ്പോൾ കോട്ട്ലിനിൽ വർക്ക് ചെയ്യിപ്പിക്കാം, അതല്ല പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒഴിവാക്കിയിട്ട് ഇന്റർഫേസ് മാത്രം ക്രിയേറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജാവ പ്രോഗ്രാമിംഗ് കോഡ് ആയതുകൊണ്ടാണ് നമുക്ക് ജാവ കോർ ലൈബ്രറീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കോട്ട്ലിൻ യൂസ് ചെയ്യാറുണ്ട്, കോട്ട്ലിൻ എന്ന് പറഞ്ഞൊരു ലാംഗ്വേജ് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ജാവ കോർ ലൈബ്രറി ഉപയോഗിച്ച് നമ്മൾ സിലബസിൽ കൺസെപ്റ്റ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ജാവ കോർ ലൈബ്രറീസ് എന്ന കണ്ടന്റ് യൂസ് ചെയ്യുന്നത്. പ്രൊവൈഡ്സ് ഫങ്ഷണാലിറ്റീസ് ഓഫ് ജാവ പ്രോഗ്രാമിംഗ്. ദ ഫങ്ഷൻസ് ഓഫ് ജാവ കോർ ലൈബ്രറീസ് rely on the Dalvik virtual machine, that is Dalvik VM, and the underlying Linux kernel. കോർ ലൈബ്രറീസ്, ജാവ കോർ ലൈബ്രറീസും അതുപോലെ ഡാൽവിക് വെർച്വൽ മെഷീൻ ഇതിന് കണ്ടന്റ് യൂസ് ചെയ്തിട്ടുള്ള ലിനക്സ് കർണൽ, ഇതിന് തൊട്ട് താഴെയുള്ള വെർഷനാണ്, ഒരു ലെയറാണ് ലിനക്സ് കർണൽ. ഇപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് ഇന്നും തമ്മിലുള്ള ഒരു റിലേ, ഒരു ഹാൻഡ് ഷേക്ക്, ആ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു കോർ ലൈബ്രറീസ് ആക്സസ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റിയാണ് റൺ ടൈമിൽ യൂസ് ചെയ്യുന്നത്. കാരണം ഹാർഡ്വെയറും വേണം സോഫ്റ്റ്വെയറും വേണം, അത് രണ്ടും പ്രോസസ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ ഒരു റൺ ടൈം എന്ന് പറഞ്ഞ കണ്ടന്റ്. കാരണം സെക്കൻഡ് ലെയറിന്റെ ഒരു പോർഷനാണ്. ഇപ്പോൾ സെക്കൻഡ് ലെയർ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട ഒരു കണ്ടന്റ് ലൈബ്രറീസ് ആണ്. ആ ലൈബ്രറിയും ബേസിക് കേർണലിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, ഒരു ഡിവൈസ്, ഒരു കണ്ടന്റ്, ആ ഒരു ഓപ്ഷനാണ് ആൻഡ്രോയിഡ് റൺ ടൈം എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ ഡാൽവിക് വെർച്വൽ മെഷീൻസ് മേ റൺ അറ്റ് ദ സെയിം ടൈം. നമുക്കറിയാം ആൻഡ്രോയിഡിൽ ഒരു ഫയൽ എക്സിക്യൂട്ട് ചെയ്യാൻ, ഇപ്പൊ നമുക്ക് ഇപ്പൊ യൂസ് ചെയ്യുന്ന കോർ ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ. കോർ എന്ന് പറഞ്ഞാൽ പ്രോസസർ, ഡുവൽ കോർ, അതുപോലെ കോഡ് കോർ, ഒക്ടാ കോർ,
അല്ലെ? ഹെക്സാ കോർ. ഇപ്പൊ അങ്ങനെയുള്ള യൂസ് ചെയ്യുന്ന ഒരുപാട് കണ്ടന്റുകൾ കോർ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. എന്നാൽ പ്രോസസർ മൾട്ടിപ്പിൾ പ്രോസസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. 5 minutes ഉള്ള ഒരു എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം 2 കോർ ഉപയോഗിച്ച് വർക്ക് ചെയ്യിപ്പിച്ചാൽ എത്ര സമയം പിടിക്കും? 2.5 അല്ലെ? 2.5 minutes കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അതുപോലെ 5 കോഴ്സ് ഉണ്ടെങ്കിലോ 1 minutes കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ കോറുകളുടെ എണ്ണം അത്രത്തോളം അതിന്റെ വെർച്വൽ മെഷീൻസ് ആഡ് ചെയ്യാൻ പറ്റും. സോ മൾട്ടിപ്പിൾ DVM മേ റൺ അറ്റ് എ സെയിം ടൈം. ജാവ യൂസ് ചെയ്യുമ്പോൾ ജാവ വെർച്വൽ മെഷീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ സിംഗിൾ JVM മാത്രമേ വർക്ക് ചെയ്യുള്ളൂ ഒരു പ്രോഗ്രാമിന്റെ കൂടെ. ഇവിടെ മൾട്ടിപ്പിൾ ഡാൽവിക് വെർച്വൽ മെഷീൻസ് ഒരേ സമയത്ത് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, എവറി ആപ്ലിക്കേഷൻ റൺ ഇൻ ഇറ്റ്സ് ഓൺ പ്രോസസ് ആൻഡ് ഇറ്റ്സ് ഓഫ് DVM. ഓരോ പ്രോസസ്സും അതിൻ്റെതായ DVM ഉണ്ടായിരിക്കും, ഡാൽവിക് വെർച്വൽ മെഷീൻ ഉണ്ടായിരിക്കും. ഓരോ പ്രോസസ്സിനും അതിന്റെ കൂടെ അത് ഒന്നിൽ കൂടുതൽ ഉണ്ടായിരിക്കാം മേ ബി. Then Android SDK means software development kit can transform compiled Java class into DEX file. So Java JVM ഉപയോഗിച്ച് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഡോട്ട് ക്ലാസ് ഫയൽ കിട്ടും, അല്ലെങ്കിൽ ബൈറ്റ് കോഡ് നമ്മൾ പറയും. ആ ബൈറ്റ് കോഡിന് എന്തായി മാറ്റും? ഡോട്ട് ഡെക്സ് ഫയൽ ഫോർമാറ്റിൽ കൺവേർട്ട് ചെയ്യും. ദാറ്റ് ഈസ് എക്സിക്യൂട്ടബിൾ ഫയൽ ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്യും. ഡാൽവിക് വെർച്വൽ മെഷീൻ ഉപയോഗിച്ചിട്ട് ഡാൽവിക് എക്സിക്യൂട്ടബിൾ ഫയൽ ഡെക്സ് ഫയലാക്കി കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആരാ ചെയ്യുന്നതാണ്? കോർ ലൈബ്രറീസ് എന്നാണ് കണ്ടന്റ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. Then Dalvik virtual machine. Dalvik is the name of town in Iceland. The goal is to optimize the JVM for space, performance and battery life. ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ തന്നെ ഇതാ യൂസ് ചെയ്യുന്നത് ഒപ്റ്റിമൈസ് JVM. JVM എന്ന് പറഞ്ഞാൽ ജാവ വെർച്വൽ മെഷീൻ ആണ്. ഈ ജാവ വെർച്വൽ മെഷീനെ ഒപ്റ്റിമൈസ് ചെയ്യുക. ഓൾറെഡി അത് എക്സിക്യൂട്ട് ചെയ്യും, അതിനുശേഷമാണ് DVM എക്സിക്യൂട്ട് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? സ്പേസ്, പെർഫോമൻസ് ആൻഡ് ബാറ്ററി ലൈഫ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ സിസ്റ്റത്തിലൊക്കെ കമ്പ്യൂട്ടറിലൊക്കെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നേക്കാൾ ലാപ്ടോപ്പ് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ബാറ്ററി ലൈഫിനേക്കാൾ കൂടുതൽ ബാറ്ററി ലൈഫ് ഒരു മൊബൈൽ ഫോണിന് അവൈലബിൾ ആണ്, അല്ലെ? ആൻഡ്രോയിഡ് ഡിവൈസിന് അവൈലബിൾ ആണ്. കാരണം അതിന്റെ യൂസ് അങ്ങനെയാണ്. ബാറ്ററി ലൈഫും അതുപോലെ പെർഫോമൻസും സ്പേസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതാണ് അതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇതിന്റെ ഡാൽവിക് വെർച്വൽ മെഷീൻ. അതിന്റെ ഗോൾ അതാണ്. ദെൻ ഫോർ ലോ പവേർഡ് ഹാൻഡിൽ ഡിവൈസസ്. ഇത് ബാറ്ററി ലൈഫ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി കണ്ടന്റ്. ലോ പവേർഡ് ഹാൻഡിൽ ഡിവൈസസ്, നമുക്ക് എപ്പോഴും കൊണ്ടുനടക്കാൻ പറ്റുന്ന ഫീച്ചേഴ്സ് ഉള്ള ഡിവൈസുകൾക്കൊക്കെ എന്ത് യൂസ് ചെയ്യാം? ഈ ഡാൽവിക് വെർച്വൽ മെഷീൻ ഇൻബിൽഡ് ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാം. അതുപോലെ കമ്പൈൻസ് ജാവ ക്ലാസ് ഫയൽസ്. ഓൾറെഡി ജാവയുടെ കോർ ഫയൽസ് പറഞ്ഞു, ആ ഡോട്ട് ക്ലാസ് ഫയൽസിനെ കമ്പൈൻ ചെയ്യാം. ദെൻ ആപ്ലിക്കേഷൻ പോർട്ടബിലിറ്റി ആൻഡ് റൺ ടൈം കൺസിസ്റ്റൻസി. പോർട്ടബിലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതൊരു ഓപ്ഷനും നമുക്ക് പോർട്ടബിലിറ്റി എന്ന കണ്ടന്റ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ എപ്പോഴും ആക്സസിബിൾ ആണ്, അതാണ് പോർട്ടബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ റൺ ടൈം കൺസിസ്റ്റൻസി. പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഏത് ഡാറ്റയും നമുക്ക് ആക്സസ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി അവൈലബിൾ ആക്കി തരും. കാരണം അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് ഈ DVM വർക്ക് ചെയ്യുന്നത്, വളരെ ഫാസ്റ്റാണ്. ഇപ്പൊ നമുക്ക് നമ്മുടെ ഒരു മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് അതിന്റെ ഹോം സ്ക്രീനിൽ എത്തുന്ന ആ ഒരു ടൈം നോക്കി. ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഒരു PC, ലാപ്ടോപ്പ് കുറച്ചുകൂടെ കപ്പാസിറ്റി കൂടിയതാണ് ലാപ്ടോപ്പ് പറയാം. ഈ ലാപ്ടോപ്പ് ഓപ്പൺ ആക്കണമെങ്കിൽ അതിന്റെ ഡെസ്ക്ടോപ്പിൽ എത്തുന്ന ഒരു സമയം. ഇപ്പൊ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഏതായിരിക്കും? മൊബൈൽ ഫോൺ ആയിരിക്കും നമ്മുടെ ഹോം സ്ക്രീനിലൊക്കെ എത്തി വരും. ഓക്കെ, so runtime consistency. Then runs optimized file format .dex. കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഡാൽവിക് ബൈറ്റ് കോഡ് ആക്കി കൺവേർട്ട് ചെയ്യും. JVM ഉണ്ടായിരുക, ആ JVM എന്തായിരിക്കും? ഡാൽവിക് ബൈറ്റ് കോഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ഡോട്ട് ക്ലാസ് ഫയലാണ് ജാവ റൺ ചെയ്താൽ കിട്ടുക, അല്ലെങ്കിൽ ജാർ ഫയലും അതുപോലെ ജാവ ഫയലും, ഏത് ഫയലാണെങ്കിലും ഡോട്ട് ക്ലാസ് ഫയലായിട്ട് കൺവേർട്ട് ചെയ്ത് കിട്ടും. വൺ ഓർ മോർ ഡാൽവിക് എക്സിക്യൂട്ടബിൾ ഡെക്സ് ഫയൽ ബിൽഡ് ഇൻ ടൈം. റൺ ചെയ്ത് കിട്ടുന്ന ഈ ഒരു ഡോട്ട് ക്ലാസ് ഫയൽ രണ്ടാമത് എന്ത് ചെയ്യും? ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ഡാൽവിക് വെർച്വൽ മെഷീൻ ആക്കിയിട്ട് വെർച്വൽ മെഷീൻ ഉപയോഗിച്ചിട്ട് ഈ എക്സിക്യൂട്ടബിൾ ഫയലാക്കി കൺവേർട്ട് ചെയ്യും, ഡോട്ട് ഡെക്സ് ഫയൽ. ഓക്കെ, ഇവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ജാവ, ഇത് ഡോട്ട് ജാവ ക്ലാസ് ആണ്. ഡോട്ട് ജാവ ഫയൽ എന്ന് പറഞ്ഞാൽ അത് റൺ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ബൈറ്റ് കോഡ് എന്ന് പറയും, അല്ലെങ്കിൽ ഡോട്ട് ക്ലാസ് ഫയലാക്കി കൺവേർട്ട് ആവും ജാവ കമ്പൈലർ ഉപയോഗിച്ചിട്ട്. ആ JVM എന്തായി മാറ്റും? പിന്നെ DVM ഉപയോഗിച്ചിട്ട് ഡെക്സ് ഉപയോഗിച്ചിട്ട് എന്തായി മാറ്റും? ഡാൽവിക് വെർച്വൽ മെഷീൻ ഉപയോഗിച്ചിട്ട് അതായത് ഡെക്സ് ഫയലായിട്ട് കൺവേർട്ട് ചെയ്യും, ഡോട്ട് ഡെക്സ് ആക്കിയിട്ട്. വെർച്വൽ മെഷീൻ ഡാൽവിക് എക്സിക്യൂട്ടബിൾ ഫയലാണ് ഇവിടെ യൂസ് ചെയ്യുക. ഇവിടെ ജാവ കമ്പൈലർ യൂസ് ചെയ്യും, ഇവിടെ ഡാൽവിക് എക്സിക്യൂട്ടബിൾ ഫയൽ. അത് കൺവേർട്ട് ചെയ്ത ശേഷം എന്തായി കിട്ടും? ഡോട്ട് ഡെക്സ് ഫയലാക്കി കൺവേർട്ട് ചെയ്യും. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡാൽവിക് വെർച്വൽ മെഷീൻ. റൈറ്റ് എ ഷോർട്ട് നോട്ട് എന്നാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, ഒരു കമ്പാരിസൺ നടത്തി നോക്കാം. JVM ആൻഡ് DVM. JVM ജാവ വെർച്വൽ മെഷീൻ ഏതാ? സൺ മൈക്രോ സിസ്റ്റംസ് ആണ് പ്രൊവൈഡ് ചെയ്തത് അല്ലെ? അതുപോലെ ഇവിടെ ഗൂഗിൾ LLC, ഗൂഗിൾ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഡാൽവിക് വെർച്വൽ മെഷീൻ. ജാവ ബൈറ്റ് കോഡ് ആണ് ജാവ വെർച്വൽ മെഷീൻ ഉപയോഗിച്ച് റൺ ചെയ്താൽ കിട്ടുക. ജാവ ബൈറ്റ് കോഡ് അതിൽ നമുക്ക് എന്ത് പറയാം? ഡോട്ട് ക്ലാസ് ഫയൽ എന്ന് പറയാം, അതിന്റെ ഫയലിന്റെ എക്സ്റ്റൻഷൻ. ഇവിടെ ഡാൽവിക് വെർച്വൽ മെഷീൻ വരുമ്പോൾ ഡാൽവിക് എക്സിക്യൂട്ടബിൾ ഫയൽ എന്നാണ് പറയാറ്.
അല്ലെ? അതിന്റെ ഫയലിന്റെ എക്സ്റ്റൻഷൻ .dex ഫയൽ. ക്ലിയർ? ദെൻ സിംഗിൾ വെർച്വൽ മെഷീൻ. ജാവ വെർച്വൽ മെഷീൻ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ മെഷീനാണ്. ഒരു പ്രോസസ്സിന്റെ കൂടെ ഒരു മെഷീൻ, ആ ഒരു മെഷീൻ തന്നെയായിരിക്കും മൾട്ടിപ്പിൾ പ്രോസസ്സ് ഉണ്ടെങ്കിലും അതിനെല്ലാം ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. പക്ഷെ ഇവിടെ ഡാലിക് വെർച്വൽ മെഷീൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ വെർച്വൽ മെഷീനാണ്. 1, 2, 3 എത്ര നമുക്ക് പറയാൻ പറ്റില്ല, അത് ആ പ്രോസസ്സർ അനുസരിച്ച് അത് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഒരു 5 ആയിരിക്കാം, 7 ആയിരിക്കാം, അല്ലെങ്കിൽ 16 ആയിരിക്കാം. മൾട്ടിപ്പിൾ വെർച്വൽ മെഷീൻസ് ഒരു പ്രോസസ്സിന് കൂടെ ആക്സസ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ക്ലിയർ? സപ്പോർട്ട്സ് ആൾ ജാവ ലൈബ്രറീസ്. ജാവയിൽ യൂസ് ചെയ്യുന്ന ജാവ വെർച്വൽ മെഷീൻ അല്ലേ, അതുകൊണ്ട് ജാവ യൂസ് ചെയ്യുന്ന എല്ലാ ലൈബ്രറീസും ആക്സസ് ചെയ്യും. Dalvik virtual machine only support a subset of standard Java library. Java ലൈബ്രറിയിലുള്ള എല്ലാ ഫയൽസും സപ്പോർട്ട് ചെയ്യില്ല, പക്ഷെ അതിന്റെ ഇൻബിൽഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ജാവയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സബ്സെറ്റ് എന്ന് പറയാൻ എല്ലാം ഉണ്ടാവില്ല, പക്ഷെ കുറച്ച് ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ലൈബ്രറീസ് എല്ലാം DVM സപ്പോർട്ട് ചെയ്യും. നെക്സ്റ്റ് ലെവലാണ് ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക്. സിംപ്ലിഫൈ ദ റീയൂസ് ഓഫ് കമ്പോണൻസ്. ആപ്ലിക്കേഷൻസ് ഈസ് എ സെറ്റ് ഓഫ് സർവീസസ് ആൻഡ് സിസ്റ്റംസ്. മെയിൻ ആപ്ലിക്കേഷന്റെ ഫ്രെയിംവർക്ക് ആണ്. ആപ്ലിക്കേഷൻ ആയിട്ടില്ല, അതിന്റെ ഒരു ഫ്രെയിംവർക്ക് മാത്രം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം, റീയൂസ് ചെയ്യാൻ പറ്റുന്ന കണ്ടന്റ് ആണ് ഫ്രെയിംവർക്ക് കാരണം. ഇപ്പോൾ ഫ്രെയിം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഫോട്ടോ ഫ്രെയിം ഒക്കെ എത്തി കഴിഞ്ഞാൽ ആ ഫോട്ടോ ഫ്രെയിമിനകത്ത് ഏത് ഫോട്ടോ നമുക്ക് എന്ത് ചെയ്യാം, പ്ലേസ് ചെയ്യാം. ഒരു 1 വീക്കിൽ ഒരു ഫോട്ടോ പ്ലേസ് ചെയ്ത് കൊടുക്കാം, നെക്സ്റ്റ് വീക്കിൽ നമുക്ക് ആ ഫോട്ടോ റീപ്ലേസ് ചെയ്തിട്ട് വേറെ ഫോട്ടോ അത് പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ റീയൂസ് ആണ് ആ ഫ്രെയിംവർക്ക്. അപ്പൊ ഇവിടെ അതേ രൂപത്തിലുള്ള ഫ്രെയിംവർക്ക് നമുക്ക് റീയൂസ് ചെയ്യാൻ വരുന്ന കമ്പോണൻസ് ഉണ്ടാവുള്ളൂ. അത് വരുന്ന കണ്ടന്റ് ആണ് സർവീസസ് ആൻഡ് സിസ്റ്റംസ് എന്ന് പറഞ്ഞ കണ്ടന്റ്. സർവീസസ് അതായിരിക്കും ഈ GPS, ലൊക്കേഷൻ, അതുപോലെ വൈഫൈ, പിന്നെ ഹോട്ട്സ്പോട്ട്, ഇതെല്ലാം സർവീസസ് ആണ്. അപ്പോൾ സർവീസസ് ആൻഡ് സിസ്റ്റംസ് ആക്സസ് ചെയ്യാനുള്ള കണ്ടന്റ് ആണ് ഇതിൽ വരുന്നത്, ഫ്രെയിംവർക്കിൽ വരുന്നത്. ആക്ടിവിറ്റി മാനേജർ, നോട്ടിഫിക്കേഷൻ മാനേജർ, റിസോഴ്സ് മാനേജർ, കണ്ടന്റ് പ്രൊവൈഡേഴ്സ്, അതുപോലെ വ്യൂസ്. ഓക്കെ, ഇതെല്ലാം ഒരു ആപ്ലിക്കേഷന്റെ ഫ്രെയിംവർക്കുകൾ. ഓക്കെ, ഇവിടെ പറയുന്ന ആക്ടിവിറ്റി മാനേജർ. ഇപ്പൊ നമുക്കൊരു വിൻഡോ ലെവൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാണെങ്കിൽ വിൻഡോ മാനേജർ ആണെങ്കിൽ യൂസ് ചെയ്യാം. ദെൻ കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്ന കണ്ടന്റ് ആണെങ്കിൽ നമുക്ക് കണ്ടന്റ് പ്രൊവൈഡേഴ്സ് എന്ന ഭാഗം നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ വ്യൂ സിസ്റ്റം, വ്യൂ സിസ്റ്റം എന്ന് ഉദ്ദേശിച്ച് നമുക്ക് യൂസർ വ്യൂസിൽ വരുന്ന കണ്ടന്റുകൾ, UI ലെവലിലെ കണ്ടന്റ് വരുമ്പോൾ നമുക്ക് വ്യൂ സിസ്റ്റംസിന്റെ കണ്ടന്റ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ടാക്ക് ഓരോ സർവീസാണ്. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഗൂഗിൾ മാപ്പ് പോലെയുള്ള ഒരു സർവീസാണ്, അല്ലെങ്കിൽ അത് ഉപയോഗിച്ചിട്ടുള്ള ഒരു കണ്ടന്റ് യൂസ് ചെയ്യണമെങ്കിൽ ലൊക്കേഷൻ മാനേജർ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷൻ ആക്സസ് ചെയ്യാം. ഓക്കെ, ദെൻ ബേസിക് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കുകളാണ് ഇത് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെ വേറെയുണ്ട് ഫ്രെയിം വർക്കുകൾ. ഇപ്പൊ നമുക്ക് കണ്ടന്റ് ആയിട്ട് കുറച്ച് കണ്ടന്റ് ആക്സസ് ചെയ്തത് മാത്രം ആപ്ലിക്കേഷൻ ഫ്രെയിം വർക്ക്. ലാസ്റ്റ് വൺ, ആപ്ലിക്കേഷൻസ്. ആൻഡ്രോയിഡ് പ്രൊവൈഡ്സ് എ സെറ്റ് ഓഫ് കോർ ആപ്ലിക്കേഷൻസ്. മെയിൻ ആപ്ലിക്കേഷൻസ് ആണ്. അപ്പൊ അതിലുള്ള ആപ്ലിക്കേഷൻസ് ആണ് ഇമെയിൽ കണ്ടന്റ്, മെസ്സേജ്, കലണ്ടർ, മാപ്പ്, ബ്രൗസർ, കോൺടാക്ട്സ്. ഇതൊക്കെ ബൈ ഡിഫാൾട്ട് ഉള്ളത്. നമുക്ക് ഇതല്ലാതെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഉണ്ട്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ, അതും ഇതിൽ ഇൻബിൽഡ് ആയിട്ട് വരും, നമുക്ക് ആഡ് ചെയ്യാം. എക്സെട്ര കൊടുത്ത ഭാഗത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സെനാരിയോ എന്ന് ഇപ്പൊ പറഞ്ഞത്. ഓൾ ആപ്ലിക്കേഷൻസ് ആർ റിട്ടേൺ ഇൻ യൂസിങ് ജാവ ലാംഗ്വേജ്. എക്സ്പെഷ്യലി ജാവ ആയിരുന്നു, പക്ഷെ ഇപ്പൊ നമുക്ക് അത് യൂസ് ചെയ്യാം. ജാവ അല്ലാതെ ലാംഗ്വേജും കോട്ട്ലിൻ പോലെയുള്ള ലാംഗ്വേജസ് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, then our application are in the same level as this application. ഇവിടെ പറഞ്ഞിട്ടുണ്ട് provides set of core applications ആണ് ഇവിടെ പറഞ്ഞത്. ബൈ ഡിഫോൾട്ട് ഫോണിൽ ഉണ്ടായിരുന്ന ആപ്ലിക്കേഷൻസ്. അത് കൂടാതെ our applications are in the same level. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസും ഇവിടെ വരാം. ഇതൊക്കെ ഇതിലുള്ള ഓൾറെഡി ഉള്ള ആപ്ലിക്കേഷൻസ്, ഹോം, കോണ്ടാക്ട്, ഫോൺ, ബ്രൗസർ, കാലണ്ടർ, മാപ്സ്, ഇതൊക്കെ ബൈ ഡിഫോൾട്ട് എല്ലാ ഫോണിലുള്ള ഡിഫോൾട്ട് ആപ്ലിക്കേഷൻസ് ആണ്. ഇത് കൂടാതെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസും ഈ ഒരു ലെവലിൽ വരും. ഓക്കെ, സോ ഇതാണ് ബേസിക് സ്റ്റാക്ക് എന്ന് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ട്രൂ കളർ പോലെയുള്ള ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ അതിലൊരു കോണ്ടാക്ട്സുകൾ കറക്റ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ, മൊബൈൽ ഫോൺ നമുക്ക് ടൈപ്പ് ചെയ്യാൻ കീപാഡ്. അപ്പൊ ഇവിടെ എത്തുമ്പോൾ കീപാഡ് ഡ്രൈവർ ആണ് യൂസ് ചെയ്യുക. ഒരുപാട് ഡ്രൈവേഴ്സ് ഉണ്ട്, നമുക്ക് ആവശ്യമുള്ള ഒരു സിമ്പിൾ ഫംഗ്ഷൻ മാത്രം പറയുന്നത് കീപാഡ് ഡ്രൈവർ. അപ്പൊ കീപാഡിൽ എന്തൊക്കെ യൂസ് ചെയ്യാറും, ടൈപ്പ് ചെയ്യാനുള്ള കണ്ടന്റ് ഒക്കെ ഉണ്ടായിരിക്കും. അത് നമ്പേഴ്സ് മാത്രം ടൈപ്പ് ചെയ്യാം. ഫോൺ ഡയലർ ആകുമ്പോൾ നമ്പർ മാത്രം ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ അത് വെച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡ്രൈവർ. അപ്പൊ ആ ഡ്രൈവർ മാത്രം ഇവിടുന്ന് റീഡ് ചെയ്യാം. തൊട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഡാറ്റാബേസ്, ട്രൂ കളറിലൊക്കെ ആണെങ്കിൽ വേറെ ആളുടെ കോൺടാക്ട്സ് ലിസ്റ്റ് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കണം. അപ്പൊ ഡാറ്റാബേസ് കമ്മ്യൂണിക്കേഷൻ വേണം. അപ്പൊ ഡാറ്റാബേസ് യൂസ് ചെയ്യാൻ SQLite യൂസ് ചെയ്യാം, ഈ ഒരു ലൈബ്രറീസ് യൂസ് ചെയ്യാം. ഇത് രണ്ടും വർക്ക് ചെയ്യിപ്പിക്കാൻ ഇവിടെ നമുക്ക് റൺ ടൈം കോർ ജാവ ലൈബ്രറീസും അതുപോലെ ടെലഫോണി കോർ ജാവ ടെലഫോണി ആണ് യൂസ് ചെയ്യുന്ന കണ്ടന്റ്സ് ഇവിടുന്ന് ആക്സസ് ചെയ്യാം. അത് റൺ ചെയ്യാൻ ഡാൽവിക് വെർച്വൽ മെഷീൻ അവൈലബിൾ ആണ്. അതുപോലെ ഇവിടെ ഫ്രെയിം വർക്ക് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ കണ്ടന്റ് പ്രൊവൈഡ്, കുറെ അഡ്രസ്സുകളിൽ നിന്ന് ഒരു അഡ്രസ് നമുക്ക് പിക്ക് ചെയ്യാൻ കണ്ടന്റ് പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞു. അപ്പൊ അത് നമുക്ക് ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റും.
അതുപോലെ ടെലിഫോണി മാനേജർ ഉപയോഗിച്ചിട്ട് ടെലിഫോണുമായി കമ്മ്യൂണിക്കേഷൻ, ടെലിഫോൺ ചെയ്യുമ്പോൾ ഉള്ള ഓപ്ഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ് ടെലിഫോണി മാനേജർ. അപ്പോൾ അത് അവിടുന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മിസ്ഡ് കോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ മാനേജർ ആക്സസ് ചെയ്യാം. അപ്പോൾ ഈ 3-4 കണ്ടന്റ് പ്രൊവൈഡേഴ്സ് ഈ ഒരു കണ്ടന്റുകൾ ആഡ് ചെയ്തതിനു ശേഷം ആ ഒരു ഫ്രെയിം വർക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം വർക്ക് ചെയ്യുന്ന നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ ട്രൂ കോളർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ഏതൊരു ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യും അതിനാവശ്യമായ കേർണൽ സർവീസസും അതിനാവശ്യമായ ലൈബ്രറീസും അതിനാവശ്യമായ കോർ ലൈബ്രറീസും അത് റൺ ചെയ്യാനുള്ള ഡാൽവിക് വിർച്വൽ മെഷീൻസും ദെൻ അതിന്റെ ഫ്രെയിം വർക്കുകളും ആഡ് ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താ നമ്മുടെ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ആവും. ഓട്ടോമാറ്റിക് അല്ല, നമ്മൾ പ്രോഗ്രാം കോഡ് ചെയ്ത് തന്നെ വേണം. ഓക്കെ, അത് വർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് ചേഞ്ച് ചെയ്യും. അപ്പോൾ ബേസിക് ആയിട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും, നെക്സ്റ്റ് ഇവിടെ വരും, കോർ ലൈബ്രറീസ് ആഡ് ചെയ്യും. ഡാൽവിക് വിർച്വൽ മെഷീൻ എക്സിക്യൂട്ടബിൾ, അത് ഓട്ടോമാറ്റിക് എക്സിക്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, കോർ ലൈബ്രറീസ് ആഡ് ചെയ്യണം, അതുപോലെ ഫ്രെയിം വർക്ക് ആഡ് ചെയ്യണം. ഈ ഫ്രെയിം വർക്ക് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ ക്രിയേറ്റ് ആയി കിട്ടും. ഇപ്പം നമ്മളൊരു ലൈബ്രറിയിൽ ഒരു ബുക്സ് എടുത്ത് വായിക്കുക എന്നുള്ളത് റെഫർ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവിടെ പോകുമ്പോൾ ആദ്യം നമ്മൾ ഏത് ലൈബ്രറിയിലാണ് ആ കണ്ടന്റ് ഉണ്ടായിരിക്കുക എന്ന് മനസ്സിലാക്കുക. നമുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളാണ് ഈ ലൈബ്രറി. അതാണ് ഇവിടെ ഈ ലിനക്സ് കേർണൽ ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെ സർവീസ് നമുക്ക് അവൈലബിൾ ആയി കിട്ടും അവരിൽ. അപ്പോൾ ലൈബ്രറി എത്തിയ ശേഷം അവിടെ ഏത് സെഷനിക്കാണ് ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ നമുക്ക് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാം. അതിനാവശ്യമുള്ള ഡിപ്പാർട്ട്മെന്റ് പോയാൽ അവിടെയാണ് ബുക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ലൈബ്രറിയിൽ ബുക്ക് എടുത്ത് കൊണ്ടുവരാം. ബുക്ക് എടുത്തുകൊണ്ട് ശേഷം അതിന് റെഫറൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ അത് ഇഷ്യൂ ചെയ്യുന്ന ബുക്ക് ആണെങ്കിൽ അവിടെ ലൈബ്രറി ഉണ്ടാവും. ആ ലൈബ്രറിന്റെ അവിടെ സിസ്റ്റത്തിൽ നോക്കിയിട്ട് അവർക്ക് ആവശ്യമുള്ള സർവീസും ഒക്കെ പ്രൊവൈഡ് ചെയ്യും. കാരണം ഇത് റെഫറൻസ് ബുക്കാണ്, ആ ബുക്കാണ് നോക്കും. അതല്ല നമുക്ക് ഇഷ്യൂ ചെയ്യേണ്ട ബുക്കാണ്, അത് ഇങ്ങനെ ഇഷ്യൂ ചെയ്യും. ഇപ്പോൾ റെഫറൻസ് ബുക്ക് ആണെങ്കിൽ അത് കമ്പ്യൂട്ടറിലൊക്കെ രേഖപ്പെടുത്തി കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ട് അതിലെ പ്രോസസ്സ് ഉണ്ട് അവർക്ക്. ആ പ്രോസസ്സാണ് ഡാൽവിക് വിർച്വൽ മെഷീൻ അറേഞ്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ അവിടെ ഉള്ള ഒരു ടേബിളിൽ ചെയറിൽ പോയിരുന്നിട്ട് ടേബിളിലെ ബുക്ക് വെച്ചിട്ട് ഒന്ന് വായിച്ചു നോക്കും. അപ്പൊ അതിനുള്ള കണ്ടന്റ് ആണ് ഈ ഒരു ഫ്രെയിം വർക്ക്. ആ ടേബിളിന്റെ മുകളിൽ ഏതും യൂസ് ചെയ്യാമല്ലോ, നമ്മുടെ ബുക്ക് ഉപയോഗിക്കാം, വേറൊരാൾ ബുക്ക് കൊടുന്ന് യൂസ് ചെയ്യാം. അപ്പൊ അതിനുള്ള റീപ്ലേസ് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ നേരത്തെ ഫ്രെയിം വർക്ക് ആണ്. അതിനുള്ള ഒരു സ്പേസ് ആണ് ഈ ഫ്രെയിം വർക്ക് എന്ന കണ്ടന്റ്. ഓക്കെ, അപ്പൊ അതിന് അവിടെ നിന്ന് നമ്മൾ വായിച്ച് മനസ്സിലാക്കി നോക്കി ആ ഒരു കണ്ടന്റ് നമുക്ക് ഒരു ലെക്ചർ നോട്ട്സ് എഴുതിയെടുത്തു. അപ്പൊ നമുക്ക് വേണ്ട കണ്ടന്റ് നമ്മളെ കയ്യിൽ ഒരു ബുക്കിൽ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചു. അപ്പൊ അതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തപ്പോൾ ഇവിടെ എത്തി അല്ലെ. ബേസിക് ലെവലിൽ ഇങ്ങനെ വന്നിട്ട് ഇവിടെ എത്തി കഴിഞ്ഞു. ക്ലിയർ അല്ലേ? അപ്പൊ ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയ കണ്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. 5 ലെയേഴ്സ് പറഞ്ഞത്: ലിനക്സ് കേർണൽ, ലൈബ്രറീസ്, ആൻഡ്രോയിഡ് റൺ ടൈം, ആപ്ലിക്കേഷൻ ഫ്രെയിം വർക്ക് ആൻഡ് മെയിൻ ആപ്ലിക്കേഷൻസ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഡെവലപ്പിംഗ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ. ഓക്കെ, താങ്ക് യു.